ഭഗവാൻ അടുത്ത ശ്ലോകം പറയുന്നത് നോക്കാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ ഒരുപക്ഷെ വേറെ ഒരു ശാസ്ത്രത്തിലും ഇല്ല. ഭഗവാൻ ഇവിടെ പറയണത് വിദ്വാൻ, അറിയേണ്ടത് അറിഞ്ഞ ജ്ഞാനി, മറ്റുള്ളവരെ പെട്ടെന്നൊന്നും അവരുടെ ബുദ്ധിയിൽ ഭേദം ഉണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് അറിവുള്ള ആചാര്യന്മാർ അവരവര് പോകുന്ന വഴിക്ക് തന്നെ അവർ എന്ത് അജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ അവർ നടക്കാൻ തയ്യാറാണ്. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം. കർമ്മത്തിൽ ആസക്തിയോടുകൂടെ ഇരിക്കുന്ന അജ്ഞാനികളെ പെട്ടെന്ന് പോയിട്ടൊന്നും ചലിപ്പിക്കരുത്. അവര് കുറച്ചൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്, അവരതൊക്കെ ചെയ്യട്ടെ, പെട്ടെന്ന് അവരെ പോയി ചലിപ്പിക്കരുത്. പിന്നെ ജ്ഞാനി എന്ത് ചെയ്യണം? ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാനായിട്ടുള്ളവൻ എന്ത് വേണമെന്ന് വെച്ചാൽ അയാളും അവരെ പോലെ തന്നെയൊക്കെ കർമ്മം ചെയ്തിട്ട് അതിനോടുകൂടെ ജ്ഞാനസ്ഥിതിയിൽ നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന്. അവര് ചെയ്യുന്ന കർമ്മത്തിന് നടുവിൽ തന്നെ എങ്ങനെ ജ്ഞാനത്തിൽ നിൽക്കാം. പഞ്ചദശീകാരൻ ഒരു ശ്ലോകം പറയുന്നു, പുങ്കാനുപുങ്ഖ വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീത താള ലയ നൃത്യ വശം ഗതാപി മൗലിസ്ഥ കുംഭ പരിരക്ഷണധീഹി നടീവ എന്നാണ്. ഒരു യോഗി എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ പുങ്കാനുപുങ്ഖ വിഷയേക്ഷണ തത്പരോപി, ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വിഷയങ്ങളെ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കണോ അത്രേ. ജ്ഞാനികളെ കണ്ടാൽ നമുക്ക് ചിലരെയൊക്കെ കാണാം, പുറമേക്ക് ലോകമേ അറിയാതെ ഇരിക്കുന്ന ഒരു ആളുകള് അങ്ങനെയാണെന്ന് തോന്നും. അതേസമയം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അവർക്ക് ശ്രദ്ധ ഉണ്ടാവും. പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകദിഷണാം ന ജഹാതി യോഗി. രമണ മഹർഷി ഊണ് കഴിക്കുന്നത് മുതൽ ഇതിന് ഉദാഹരണമാണ്. ബാക്കിയുള്ളവരെ തന്നെ അനുസരിച്ചാൽ അവർക്ക് ഗുണമുണ്ടാവണം എന്നുള്ളതിന് ഊണ് കഴിക്കുന്ന ഇലയില് ഒരു വെറ്റ് ബാക്കിയുണ്ടാവില്ല. എല്ലാവർക്കും സമദർശിത്വം, എല്ലാവർക്കും കൊടുക്കണതേ തനിക്ക് തരാൻ പാടുള്ളൂ, തനിക്ക് സ്പെഷ്യലായിട്ടൊന്നും പാടില്ല. ഇതിലൊക്കെ എന്തിനു വേണ്ടി അവർ ശ്രദ്ധ ചെലുത്തണം? ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതാൻ ഇത്ര നീളം ഒരു പെൻസിൽ മതി, വലിയ പെൻസിൽ പെന്നൊന്നും കൊടുത്താൽ വാങ്ങിക്കില്ല. ഞാൻ കെട്ട കേട്ടുക്ക് എനക്ക് ഏതുക്ക് ഇതെല്ലാം அப்படின்னு കേൾപ്പൻ. ചെറിയ ഒരു പെൻസിൽ, തുണ്ട് പെൻസിൽ മതി. ന്യൂസ് പേപ്പറിന്റെ സൈഡില് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തുന്നിച്ചേർത്ത് പുസ്തകമാക്കി അതിലൊക്കെയാണ് എഴുതുക. വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആര് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കുമെങ്കിലും ഒന്നും അതൊന്നും വാങ്ങിക്കില്ല. തന്റെ ഒരേ ഒരു സ്വത്ത് എന്താ? ആ കമണ്ടലു. അത് താൻ തന്നെ ഉണ്ടാക്കും. ചരട്ട കൊണ്ടും മറ്റുമൊക്കെ ചീകി കയ്യിൽ പിടിച്ചിരിക്കുന്നത് താനേ ഉണ്ടാക്കിയതാണ്. ദണ്ട്, ആ ദണ്ടും കയ്യിൽ ആ വടി പിടിച്ചിരിക്കുന്ന ആ വടിയും നല്ല ഭംഗിയായിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്ക് ചെത്തി ഉണ്ടാക്കിയതൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത വടി തന്റെ കയ്യിൽ വെക്കും. എന്താ ഭഗവാനെ ആ നല്ല വടി വെച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഇതാണെങ്കിൽ ആരും ആഗ്രഹിക്കില്ല കണ്ടാൽ. ഒരാൾ ചന്ദനം കൊണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് മഹർഷിക്ക് കൊടുത്തു. അതെടുത്ത് മണത്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ വെച്ചോളൂ, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല, ഭഗവാന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാണ്. അത് ഇവിടെ ഇരുന്നാൽ ആരെങ്കിലുമൊക്കെ കാണുന്നവർ ആഗ്രഹിക്കും, അത് വേണം എന്ന് പറഞ്ഞു. മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും ഞാൻ എന്റെ കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കണില്ല. ഇതിനു മേലെ എന്ത് തത്വമാണ് നമുക്ക്? മറ്റുള്ളവർ കണ്ടാൽ ഇത് നമുക്കും ഇതുപോലെ ഉണ്ടായാൽ വേണ്ടില്ലല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ മുഴുവൻ നേരെ ഓപ്പോസിറ്റാണ് അല്ലെ. 4 പേര് വരുമ്പോഴാണ് പുതിയതായിട്ട് വല്ല പണ്ടമോ വസ്ത്രമോ കൊടുത്തോണ്ട് വന്നാൽ അടുത്തിരിക്കണവർ നമ്മളെ നോക്കണം, നമുക്ക് കിട്ടിയ അസൂയപ്പെടണം. അപ്പൊ മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും എന്റെ വശത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യണം?
ഓരോ വിഷയങ്ങളിലും ആ ശ്രദ്ധയാണ്. അരി പെറുക്കി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി കിടന്നാൽ അരി പെറുക്കി 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 കയ്യിൽ വെച്ച് അതൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ഹൗസിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് വരും. ഒരു ദിവസം പെറുക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭക്തൻ ചോദിച്ചു, എന്താ ഭഗവാൻ, ഒരു ചാക്കിൽ കൊണ്ടുപോകുമ്പോ കുറച്ചൊക്കെ ചുവട്ടിൽ പോവും, തൂവിപ്പോവും, ഇതൊക്കെ എടുത്തോണ്ട് പോണോ? இதுல ഓരോ അരിശി മണിക്കും நான் അണ്ണാമലയാർക്ക് ബദൽ ചൊല്ലി ആകണം. ഇതിലുള്ള ഓരോ അരിമണിക്കും ഞാൻ ഭഗവാന് ഉത്തരവാദിയാണെന്നാണ്. ആരാണ് പറയണത്? പ്രപഞ്ചമേ ഇല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയിലിരിക്കുന്ന ജീവൻ മുക്തനാണ് വ്യവഹാര തലത്തിൽ ഇങ്ങനെ പറയണത്. ആലോചിച്ചോ? ഞാൻ ആരോടോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, സിദ്ധാന്തപരമായിട്ട് നോക്കിയാൽ മാധ്വൻ, രാമാനുജൻ, ശങ്കരൻ ഒക്കെ കൂടെ നമുക്ക് ശണ്ട കൂടേണ്ടി വരും. ഒരു ജ്ഞാനിയുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം, ഫിസിക്കൽ പ്ലെയിനില് അദ്ദേഹം മാധ്വനാണ്, ഭക്തിയുടെ മണ്ഡലത്തിൽ രാമാനുജനാണ്, ജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ ശങ്കരനാണെന്ന് കാണാം. ഫിസിക്കൽ പ്ലെയിനിൽ മാധ്വ സിദ്ധാന്തമാണ് എല്ലാവർക്കും. എന്താന്ന് വെച്ചാൽ ഒക്കെ വേറെ. മാധ്വ സിദ്ധാന്തം ബേസിക് ആയിട്ട് എന്താ? നീ വേറെ, ഞാൻ വേറെ, എല്ലാം വേറെ. ആ വേറെ വേറെ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ ദാസന്മാരായിട്ട് എല്ലാവർക്കും പ്രിയമായിട്ട് പരസ്പരം പ്രിയത്തോടുകൂടെ സാമ്യഭാവത്തോടുകൂടെ ഇരിക്കണം. ഭേദം അംഗീകരിച്ചുകൊണ്ട് തന്നെ അഭേദസ്ഥിതിയിൽ അവരിയ്ക്കും ജ്ഞാനികൾ. ഭേദം അംഗീകരിച്ചുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ വ്യവഹരിക്കാനേ പറ്റില്ല അല്ലെ? ശരീരതലത്തിൽ ഭേദമുണ്ട് എന്നാ ഭേദമുണ്ടോ? ഭേദമില്ല. ഭേദമില്ല എന്നുള്ള ജ്ഞാനമുണ്ട്. എന്നിട്ട് വ്യവഹാരത്തിൽ അത്രയധികം പെർഫെക്ഷൻ, ഒന്നും വേസ്റ്റ് ചെയ്യില്ല. കുഞ്ചുസ്വാമി പറയും, ഒരു സോപ്പ് പോലെ എന്തോ ഒരു സാധനം മഹർഷിക്ക് തേയ്ക്കാനായിട്ട് കൊടുക്കും. കുഞ്ചുസ്വാമി പറയും, എന്നத்துக்கு தான் இந்த கஞ்ச தரமோ தெரியாது, எங்க கையில கொடுக்கவே மாட்டார். മുതുകത്ത് തേച്ചു കൊടുക്കാൻ ഇവരാരെങ്കിലും വയസ്സായപ്പോ കൈ പുറകു പോവാത്തതുകൊണ്ട് ഇവർ പോകുമ്പോ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ തേച്ചോളാൻ പറയും അത്രേ, അല്ലെങ്കിൽ ഇവര് വേസ്റ്റ് ചെയ്യും എന്നാണ്. തന്റെ കാര്യത്തിൽ, തന്റെ ശരീരത്തിൽ ഏറ്റവും അധികം ചുരുക്കമാണ് ഉപയോഗം. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ. ലോകത്തിൽ ഏറ്റവും കുറച്ച് മാത്രം തന്റെ ഫിസിക്കൽ കാര്യത്തിന് എടുത്തിട്ട് വിട്ടുകളയാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലെ അത്രയധികം നോട്ടം. പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി. എന്നാലും ബ്രഹ്മാവലോകധിഷണാംന ജഹാതി യോഗി. ആ സ്ഥിതിയിലും ബ്രഹ്മാവലോകധിഷണ ചലിക്കണില്ല എന്നാണ്. സകലതും ബ്രഹ്മമയം. അതവിടെ വരുന്ന കുരങ്ങായാലും ശരി, മയിലായാലും ശരി, പാമ്പായാലും ശരി, സകല ഭൂതങ്ങളിലും ഒരേ ആത്മവസ്തു എന്നുള്ള ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ തന്നെ കണ്ടാൽ എങ്ങനെ വിഷമിക്കില്ലയോ അതുപോലെ നടക്കും. ആരെയും അവരവരുടെ മാർഗത്തിൽ നിന്ന് ചലിപ്പിക്കില്ല പെട്ടെന്നൊന്നും. വളരെ ആചാരശീലരായ ബ്രാഹ്മണരുണ്ടാവും, ഇങ്ങനെയൊന്നും ആചാരം കാണിക്കാൻ പാടില്ല, എല്ലാവരും സമമാണെന്ന് അവരോട് പറയില്ല. അവരുടെ ആചാരത്തിനെയും രക്ഷിച്ചു കൊടുക്കും. ഒരിക്കൽ നാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള 2 സന്യാസികൾ മഹർഷിയെ കാണാൻ വന്നു. എച്ചമ്മാൾ അവരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. எச்சமாள்னு ஒரு பாட்டி இருந்தா, அந்த பாட்டி தான் ரமணருக்கு சாப்பாடு கொண்டு கொடுத்துட்டு இருந்தா. அந்த அம்மா இவாளை பிக்ஷை கூப்பிட்டா. മഹർഷിക്ക് അറിയാം ഈ അമ്മ വളരെ ഓർത്തഡോക്സ് ആണ്, ബ്രാഹ്മണ യതികളാണെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചിരിക്കണതെന്ന് അറിയാം. ഇനിയിപ്പോ അല്ലാന്ന് അവര് ധരിച്ചിട്ട് അവരുടെ മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഈ 2 സന്യാസിമാരും പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് മഹർഷി പറഞ്ഞു, നിങ്ങൾക്ക് പരിശേചനം ചെയ്യാൻ അറിയോ? தெரியாതെ ഭഗവാൻ. അവര് ഇരുത്തി പറഞ്ഞു കൊടുത്തു. എച്ചമ്മാളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകുമ്പോ എങ്ങനെ പരിശേചനം ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു. എന്തിനാ? ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ആചാരത്തിനെയും രക്ഷിച്ചു കൊടുക്കണം. അവരുടെ ഉള്ളിലും അവരുടെ അടുത്ത് പോയിട്ട് അവരെയും ചലിപ്പിക്കാൻ പാടില്ല, എല്ലാം ഒന്നും ഞെക്കി പഴിപ്പിക്കാൻ പാടില്ല. ഒക്കെ അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജ്ഞാനം വന്ന് അവരവർ പക്വപ്പെട്ട് അവരവർ ആ സ്ഥിതിയിൽ വന്ന് അവരവർക്ക് സമദർശിത്വം വരണം.
നമ്മളെ ആരും ഒരു കാര്യത്തിൽ നിർബന്ധിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും. അതുകൊണ്ട് ഒരാളെയും ബലമായിട്ട് അജ്ഞാനത്തിലാണെങ്കിൽ പോലും ബലമായിട്ട് പിടിച്ചു വലിച്ചാൽ വേദനിക്കും. ജ്ഞാനത്തിനെ അതുകൊണ്ട് ജനറലായിട്ട് പറയാം, അവരുടെ ആചാരങ്ങളിൽ പോയി പെട്ടെന്ന് അവരെ ചലിപ്പിച്ച് കർമ്മം ഉപേക്ഷിപ്പിക്കാനൊന്നും പറയരുത് എന്നാണ്. ഒന്നും മാറ്റി അതൊക്കെ വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമാകും, ഉഭയഭ്രഷ്ടന്മാരായിട്ട് തീരും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം. കർമ്മത്തിൽ സംഘത്തോടുകൂടെ ഇരിക്കുന്ന അജ്ഞാനികളെ അവരുടെ ബുദ്ധിയിൽ പോയി ചലിപ്പിച്ചു കളയരുത്. നിങ്ങൾ ഈ കർമ്മമൊക്കെ ഉപേക്ഷിക്കുക, ഇതൊന്നും ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങടുമില്ല അങ്ങടുമില്ല എന്നാവും. പിന്നെ ജ്ഞാനി എന്ത് വേണം? ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അതുകൊണ്ടാണ് ഈ മഠാധിപതികളായിട്ട് ഇരിക്കുന്നവർക്ക് ഇത്രയധികം അനുഷ്ഠാനങ്ങളൊക്കെ. എന്തിനാന്ന് വെച്ചാൽ അവരെ കണ്ടാ ബാക്കിയുള്ളവരെങ്കിലും കുറച്ച് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിനുവേണ്ടി. അല്ലെങ്കിൽ സന്യാസികൾ അനുഷ്ഠാനമൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോവാതെ സന്യാസം എടുക്കാൻ പാടില്ല എന്നാണ്. എന്നാ ബാഹ്യപൂജാം കുര്യാത്ത് എന്നാണ്. ബാഹ്യപൂജ ചെയ്യാനേ പാടില്ല എന്നാണ് യതിധർമ്മം. നമുക്ക് മഠാധിപതികൾക്കൊക്കെ പൂജ 4 മണിക്കൂർ പൂജ ചെയ്യേണ്ടിയിരിക്കണം. നമ്മളോ പ്രാമുഖ്യം കൊടുക്കണമെന്നും അവർ ചെയ്യുന്ന പൂജയ്ക്കാണ്. വാസ്തവത്തിൽ സന്യാസി ബാഹ്യപൂജയെ ചെയ്യാൻ പാടില്ല. എന്നാ ബാഹ്യപൂജാം കുര്യാത്ത് എന്നാണ് നിയമം. പിന്നെ അവർക്ക് ഈ പൂജ ചെയ്യേണ്ടി വരുന്നത് എന്തിനാ? മഠാധിപതിയായിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ തന്നെ കണ്ട ആ ഒരു ഒക്കെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിനുവേണ്ടി അവർ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടും ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളും ചെയ്യണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ വഴി നടക്കാനായിട്ടും പെട്ടെന്ന് അങ്ങയുടെ അനുഷ്ഠാനങ്ങളും ഡിസിപ്ലിൻസും ഒക്കെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ടാണ്. അപ്പോ അറിഞ്ഞവനും അറിവുള്ളവനും അറിവില്ലാത്തവന്മാര് ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെ അതൊക്കെ പല സ്റ്റേജിൽ. എല്ലാ ജ്ഞാനികളും ഒരേപോലെ സ്റ്റീരിയോ ടൈപ്പ് അല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് വഴി നടത്താൻ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവര് നമ്മൾക്കൊക്കെ ആ ജ്ഞാനം പ്രാപിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുമ്പോൾ ഗൃഹസ്ഥന്മാരായിട്ട് തന്നെ കുറച്ച് ജ്ഞാനികൾ വന്ന് നമുക്ക് വഴി കാണിക്കും. സന്യാസികൾ എങ്ങനെയിരിക്കണം അതിന് സന്യാസികൾ തന്നെ വഴി കാണിക്കും. ചെറിയ കുട്ടികൾക്ക് ജ്ഞാനം വരുമോ അതിന് പ്രഹ്ലാദനെ പോലെയുള്ളവരൊക്കെ വഴി കാണിക്കും. വൃദ്ധന്മാരായ വയസ്സുകാലത്ത് അതിനെ പ്രാപിക്കാൻ പറ്റുമോ അതിനുള്ളവരും വഴി കാണിക്കും. ഇവരൊക്കെ മുമ്പിൽ നടന്ന് കാണിക്കുന്നത് നമ്മളുടെ ബുദ്ധിയിലുള്ള സംശയങ്ങൾ തീർത്ത് ഏതേത് സ്ഥിതിയിലിരിക്കുന്നവർക്കും ഇത് പ്രാപ്യമാണ് എന്നുള്ള ഒരു സൗലഭ്യത്തിനെ കാണിക്കാനായിട്ടാണ്. ഏതവസ്ഥയിലിരിക്കുന്നവർക്കും പ്രാപ്യമാണ് എന്നുള്ള സൗലഭ്യത്തിനെ കാണിക്കാനായിക്കൊണ്ടാണ് ഇവരൊക്കെ അവരവര് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവര് ചെയ്ത് കാണിച്ചു തരികയാണ്. നമുക്ക് വഴി കാണിച്ചു തരാൻ, മാർഗദർശനം ചെയ്തു തരാൻ. ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അപ്പോ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ ജ്ഞാനിയും കർമാനുഷ്ഠാനബദ്ധനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവനും പെട്ടുപോവില്ലേ? കർമ്മത്തിലുള്ള പെട്ടുപോവില്ലേ എല്ലാരെയും പോലെ? അപ്പൊ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അടുത്തത് മുഴുവൻ ഒരു ജ്ഞാനപ്രകരണമാണ്. ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ഈ അധ്യായത്തിൽ ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞാലും ഇനി വരാൻ പോകുന്ന 3-4 ശ്ലോകങ്ങള് നല്ലവണ്ണം മനനം ചെയ്താൽ മതി. നല്ലവണ്ണം വിചാരം ചെയ്യേണ്ട ശ്ലോകങ്ങളാണ് ഇനി വരുന്ന 2-3 ശ്ലോകങ്ങള്. അടുത്ത ശ്ലോകം നോക്കാം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഫാക്ച്വൽ എക്സ്പ്ലനേഷൻ. ഇവിടെ കർമ്മം ചെയ്യുന്നു എന്ന് നമ്മളൊക്കെ പറയണം. നമുക്ക് എന്തോ സ്വാതന്ത്ര്യമുള്ള പോലെ ഞാൻ അത് ചെയ്യണോ, ഇത് ചെയ്യണ്ടയോ, അത് ഉപേക്ഷിക്കട്ടെ, ഇത് ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു. ഭഗവാൻ പറയണത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ആരുടെ കയ്യിലുമില്ല എന്നാണ്. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ. പ്രകൃതിയുടെ ഗുണങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം നമ്മളിലുണ്ട്. ഓരോരുത്തരും ഓരോ കോമ്പിനേഷനിൽ ഇരിക്കും. അതിനനുസരിച്ച് ഓരോരുത്തരെ കൊണ്ടും പ്രകൃതി ഓരോ ശരീരത്തിലും കർമ്മം ചെയ്യുന്നു. പ്രകൃതിയാണ് നമ്മളിലൂടെ
കർമ്മം ചെയ്യുന്നത് നമ്മളല്ല. നേച്ചർ ഈസ് ഓപ്പറേറ്റിംഗ് ത്രൂ യു. ഗുണൈഹി കർമാണി സർവശഃ, എല്ലാവിധത്തിലും. അത് നമുക്ക് അറിയിക്കാനാണ് ദേവി മഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായം. യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത, ക്ഷുധാരൂപേണ സംസ്ഥിത, നിദ്രാരൂപേണ സംസ്ഥിത, ശക്തിരൂപേണ സംസ്ഥിത, ഭ്രാന്തിരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത. എല്ലാ രൂപത്തിലും, നമ്മളിൽ ഓരോ ചലന രൂപത്തിലും ഓരോ ഭാവരൂപത്തിലും ആ ദേവിയാണ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ദേവി എന്ന് വെച്ചാൽ പ്രകൃതി എന്നുവെച്ചാൽ നമ്മളുടെ അഹങ്കാര രൂപത്തിലിരിക്കുന്നതും അവൾ തന്നെ. നമ്മളിലുള്ള ഓരോ ചലനവും ആ പ്രകൃതിയുടെയാണ്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സങ്കൽപ്പിക്കുക, വികൽപ്പിക്കുക, അഭിമാനിക്കുക, ഇതൊക്കെ പ്രകൃതിയുടെ ഉള്ളിലാണ്. ആ പ്രകൃതിയാണ് ഓർമ്മയായിട്ട് നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നത്. ആ പ്രകൃതിയാണ് വിശപ്പായിട്ട് നിൽക്കുന്നത്, ഉറക്കമായിട്ട് നിൽക്കുന്നത്. ചിലരൊക്കെ പറയും മുമ്പൊക്കെ നല്ല ഓർമ്മയൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പൊ ഓർമ്മ കിട്ടണില്ല. എന്ത് ചെയ്യാം? അന്ന് ഓർമ്മ കിട്ടി, ഇന്ന് കിട്ടണില്ല. ഇറ്റ്സ് എ ഫാക്ച്വൽ റിപ്പോർട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രകൃതിയാണ്. ഓർമ്മ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയില്ല, എന്തിനു നടക്കണമെന്നും അറിയില്ല. കുട്ടികൾ, ചെറിയ കുട്ടികൾക്കൊന്നും ഓർമ്മയില്ല, വയസ്സാവുമ്പോ ഓർമ്മയില്ലാതാവണം. എന്ത് ചെയ്യാൻ പറ്റും? വിശപ്പ് എങ്ങനെ വരണു അറിയോ? എന്തോ ഒന്ന് വരണു അല്ലേ വയറ്റില്, വിശക്കണു. പ്രകൃതി. ഉറക്കം വരുന്നു, പ്രകൃതിയാണ്. ഞാൻ ഉറങ്ങണു, എന്നിട്ട് അതിലൊരു അഭിമാനം. അഹങ്കാര വിമൂഢാത്മ കർത്താ അഹമിതി മന്യത്തെ. രാമകൃഷ്ണ പരമഹംസർ ഉദാഹരണം പറയും. സാമ്പാർ തിളയ്ക്കാൻ വെച്ചാൽ അതിൽ കുമ്പളങ്ങിയും വഴുതിരിങ്ങയും ഒക്കെ ഡാൻസ് കളിക്കും, നർത്തനം ചെയ്യുമല്ലോ. അപ്പൊ തോന്നും ഞങ്ങളാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കണത് എന്നുള്ള മറ്റാണ്. ചുവട്ടിലുള്ള വിറക് വലിച്ചാലോ വശന്ന് പോകും. അതേപോലെ ഉള്ളിൽ ആ ചൈതന്യ സ്ഫൂർത്തി ഉള്ളപ്പോ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ള തുള്ളൽ. പ്രകൃതി പ്രവർത്തിക്കുന്നു. ചൈതന്യത്തിന്റെ സാന്നിധ്യത്തില് പ്രകൃതി പ്രവർത്തിക്കുന്നു. അതിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി പിടിച്ച് ചുഴറ്റുക, നമ്മളെ പിടിച്ച് ചലിപ്പിക്കുകയാണ്. അതിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു റോള്, നിങ്ങൾ അവിടെ ഒരു റോള്. നാടകം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എന്ന് പറയാം, ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയാം. ഭഗവാൻ എല്ലാരെ കൊണ്ടും ഓരോരുത്തരെ കൊണ്ടും ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. ഓരോരുത്തരുടെ രൂപത്തിൽ എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഒരു രൂപത്തിൽ ഭഗവാൻ പറയുന്നു, പല രൂപത്തിൽ ഭഗവാൻ കേൾക്കുന്നു. ഇവിടെ അഭിമാനത്തിന് എവിടെ സ്ഥാനം? അഹങ്കാരത്തിന് എവിടെ സ്ഥാനം? ഇവിടെ ഭഗവാനേ ഉള്ളൂ. ഭഗവാനാണ് നല്ല ആളായിട്ടും ചീത്ത ആളായിട്ടും പല വേഷങ്ങൾ കെട്ടിയൊക്കെ നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊരു അഹങ്കാരം വരുമ്പോൾ നമുക്ക് ഈ സ്മൃതി നഷ്ടപ്പെട്ടു പോകും. എല്ലാം പ്രകൃതിയാണ് ചെയ്യണത് എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ലോകത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും ഇത് ഓർമ്മിച്ചോളുക. ഇവിടെ ആരും കുറ്റക്കാരനല്ല. കാരണം എന്താന്ന് വെച്ചാൽ സ്വതന്ത്രമായി ഇവിടെ ആരും കർത്താവല്ല. ഒരു ഹിറ്റ്ലർ നമുക്ക് വേണമെങ്കിൽ ചീത്ത പറയാം, പക്ഷെ ഒരു ഹിറ്റ്ലർ അയാളായിട്ട് ഉണ്ടായതാണോ? ഒരാൾ വിചാരിച്ചാൽ ഹിറ്റ്ലർ ആവാൻ പറ്റുമോ? ഒരു മഹാത്മാഗാന്ധി അയാളായിട്ട് ഉണ്ടായതാണോ? ഉണ്ടായതാണെന്നൊക്കെ പറയാം, നമുക്കും ഗാന്ധി ആവാം എന്നൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് പ്രസംഗിക്കാം. പക്ഷെ ചെയ്തു നോക്കൂ, നിങ്ങളുടെ പ്രകൃതി സമ്മതിക്കുകയില്ല. ഈ പൂച്ച വെജിറ്റേറിയൻ ആവാൻ പുറപ്പെട്ട പോലെയാണ്. ഓരോരുത്തരുടെയും സിസ്റ്റം, ഓരോരുത്തരുടെയും പ്രകൃതി, അവരവരുടെ പ്രകൃതി പ്രവർത്തിക്കുന്നു. സകല കർമ്മങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവർ അതിനനുസരിച്ചായിട്ട് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് ജനിച്ച കുട്ടികൾ 10 കുട്ടികൾ 10 വിധത്തിലിരിക്കുന്നു. എന്തു ചെയ്യും? അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ ടെൻഷൻ നമുക്ക് മാറും. നമുക്ക് അധികം ടെൻഷനും, പ്രത്യേകിച്ച് അധ്യാത്മ ജീവിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ധരിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ധരിക്കണു. നമ്മളുടെ പ്രകൃതി പറഞ്ഞാൽ കേൾക്കില്ല. എന്താന്ന് വെച്ചാൽ അതെങ്ങനെയുണ്ടോ അങ്ങനെ ഇരിക്കുകയുള്ളൂ.
അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ച് അതേ ജീവിതം പോകും. ഇത് നമ്മളുടെ പ്രകൃതിയാണ് എന്നറിഞ്ഞാൽ നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, ബുദ്ധിയൊക്കെ പോലും നമ്മളുടെ എന്നുള്ള ഭാവം പോയി പോകും. അതേപോലെ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വിപരീതമായിട്ട് പെരുമാറുമ്പോഴും അയാളുടെ പ്രകൃതിയാണെന്ന് അറിഞ്ഞാൽ കുഴപ്പമേ ഇല്ല. അയാളുടെ പ്രകൃതി അതങ്ങനെ ഉണ്ടാവുള്ളൂ. കൃഷ്ണൻ അല്പം മറന്നുപോയി കാളിയൻ ഓർമ്മിപ്പിച്ചു. ഭാഗവതത്തിൽ കൃഷ്ണൻ കാളിയന്റെ പുറത്ത് നർത്തനം ചെയ്തിട്ട് കൃഷ്ണൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കരുത്, ഈ നദീജലം മുഴുവൻ വിഷമയമാക്കണു എന്ന് പറഞ്ഞപ്പോ കാളിയൻ പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് എനിക്ക് വിഷമാണ് തന്നിരിക്കുന്നത്, അമൃതം ഞാൻ അമൃതം കക്കാം, വിഷമല്ലേ തന്നിരിക്കണത്, ഞാൻ വിഷമേ കക്കാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാം? വയം ഖലാഹ സഹോത്പത്യാ താമസാഹ ദീർഘമന്യവഹ. ഞങ്ങൾ ജന്മന അവിടെ, ഞാനല്ല കുറ്റക്കാരൻ, കുറ്റക്കാരൻ നിങ്ങളാണ്. എന്നെ പാമ്പായിട്ട് ജനിപ്പിച്ച് വിഷം തന്നിട്ട് പിന്നെ വിഷം കക്കാൻ പാടില്ല എന്ന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഭഗവാൻ സമ്മതിച്ചു, നീ വിഷം കക്കണത് കുഴപ്പമില്ല, ഇവിടെ വേണ്ട, വേറെ സ്ഥലത്തേക്ക് പോയിക്കോളാം. ഓരോരുത്തരുടെയും പ്രകൃതിയാണ്, പ്രകൃതിയെ മാറ്റിമറിക്കാൻ പറ്റില്ല. അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് അവരവർക്ക് മോക്ഷമാർഗമുണ്ട്. ഹിരണ്യകശിപുവായി ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായി. പ്രഹ്ലാദനായി ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായി. ഭഗവാൻ ഹിരണ്യകശിപു പ്രഹ്ലാദനാക്കി മാറ്റിയില്ല. ഹിരണ്യകശിപുവിന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല, കൊന്നിട്ടേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഹിരണ്യകശിപുവിനും ധ്യാനമായിരുന്നു, സംരംഭ സംവൃത സമാധി എന്നാണ് ഭാഗവതം പറയുന്നത്. അയാളുടെ പ്രകൃതി ഹിരണ്യകശിപു പ്രകൃതി. ഹിരണ്യകശിപു ജ്ഞാനോപദേശം ചെയ്യണു ഭാഗവതത്തിൽ. ഹിരണ്യാക്ഷൻ മരിച്ചപ്പോ പ്രകൃതിയാണോ ഒക്കെ പ്രവർത്തിക്കണത്, ഇവിടെ ആരും കർത്താവല്ല എന്നൊക്കെ ഹിരണ്യകശിപുവും പറയുന്നുണ്ട്. വെറുതെ ഒന്നുമല്ല, 2 ജന്മമേ അതിനുശേഷം വേണ്ടി വന്നുള്ളൂ. നമ്മളൊക്കെ എത്ര ജന്മമായി ഇവിടെ വന്നിട്ട്. അവര് വൈകുണ്ഠത്ത് നിന്ന് വന്ന് 3 ജന്മം കാര്യം കഴിച്ചിട്ട് പോയി. നമ്മളിവിടെ കുറേ കാലമായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏത് പ്രകൃതിയായാലും, എത്ര നെഗറ്റീവായിട്ടുള്ള പ്രകൃതി ആയാലും ഈ തത്വം അറിഞ്ഞാൽ പ്രകൃതി ഒഴിഞ്ഞു പോകും എന്നാണ്. എത്ര നെഗറ്റീവായാലും വേണ്ടില്ല, പ്രകൃതിയിൽ കൊണ്ടുപോയി കൈവെക്കണ്ട, പ്രകൃതിക്ക് സാക്ഷിയായി ഇരുന്നാൽ മതി എന്നാണ് ഭഗവാൻ ഇനി പറയണത് അവിടെ. പ്രകൃതി എന്ത് വേണമെങ്കിൽ ആവട്ടെ. நீ காத்தால சங்கரமா பாட்டி சொன்னேனே, அவ சொன்னாலே கோபம் வந்துட்டே இருக்கு, திட்டின்டே இருப்பா. அந்த பாட்டிக்கு வேணா போய் இன்னும் அதுல போய் சங்கடப்பட்டு கோபத்தை எப்படி அடக்கிறது கேட்டுன்னு இருக்கலாம். ஏன் பாட்டி நீ இப்படி கோபிச்சுக்கிற, எல்லாரையும் திட்டுரு, அதனால தானே உன்னை யாருக்கும் பிடிக்கிறது இல்லை. பரத்தியாருக்கு நம்மளை பிடிச்சு நமக்கு என்னடா வேணும், அதை விட்டுடுத்துனா போச்சு. പരത്തിയാർക്ക് നമ്മളെ പിടിച്ച് നമുക്ക് എന്നാ വേണം, മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട എന്ത് വേണം ചോദിച്ചോ, അവരോട് എന്ത് ഉത്തരം പറയും നമ്മള്? എപ്പോ അഹങ്കാരം എടുത്തു കളഞ്ഞാൽ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് പോലും പിന്നെ ആരെയും ദ്രോഹിക്കില്ല, ഹിംസാത്മകമാവില്ല. അഹങ്കാരം അവിടുന്ന് പോയാൽ മതി. പ്രകൃതി എങ്ങനെ, പ്രകൃതിയെ പിടിച്ച് ചലിപ്പിക്കലല്ല ജ്ഞാനം, പിന്നെയോ പ്രകൃതിക്ക് സാക്ഷിയായ പുരുഷനാണ് ഞാൻ എന്ന് ഉണർന്നാൽ മതി. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മ, അഹങ്കാരം കൊണ്ട് മൂഢനായിട്ടുള്ളവൻ കർത്താ അഹം ഇതി മന്യത്തെ, ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുന്നു. തത്വവിത്തായിട്ടുള്ളവൻ, തത്വം അറിഞ്ഞവൻ എങ്ങനെയാ പ്രവർത്തിക്കണത്? ഈ അജ്ഞാനിക്കും ജ്ഞാനിക്കും എവിടെ വ്യത്യാസം? അതാണ് അടുത്ത ശ്ലോകം നോക്കാം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്ത്, തത്വം അറിഞ്ഞ ആള്. തത്വം എന്ന് വെച്ചാൽ എന്താ? താനേ താനേ തത്വം ഇതനെ താനേ കാട്ടുവായ് അരുണാചല. അക്ഷരമണമാലയില് ഭഗവാന്റെ ഡെഫിനിഷൻ അതാണ്. താനേ താനേ തത്വം അതനെ താനേ കാട്ടുവായ് അരുണാചല. താൻ താനായി നമ്മളുടെ സ്വസ്വരൂപമായി പ്രകാശിക്കുന്ന വസ്തു തന്നെ തത്വം. അതിനെ അറിഞ്ഞവൻ തത്വവിത്ത്. തത്വവിത്ത് തന്റെ സ്വത്വമാണ് തത്വം. അതറിഞ്ഞവൻ ഗുണകർമ്മ വിഭാഗയോഹോ, ഈ ഗുണകർമ്മ വിഭാഗത്തിൽ, അതായത്
വിഷയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്നു. കണ്ണ് എന്തിനോ കാണുന്നു, ചെവി എന്തോ കേൾക്കണു. എന്തൊക്കെ പുറമേക്ക് വ്യവഹാരം നടന്നാലും ഗുണാഗുണേഷു വർത്തന്തെ, ഗുണം ഗുണത്തിനോട് വ്യവഹരിക്കുന്നു എന്നറിഞ്ഞ് ന സജ്ജത, ഒന്നിനോടും ഒട്ടിച്ചേരുന്നില്ല, സാക്ഷി മാത്രമായിട്ട് അകമേക്ക് നിൽക്കണു. ഗുണാഗുണേഷു വർത്തന്തെ ഇതിമത്വ ന സജ്ജത, ഇങ്ങനെ അറിഞ്ഞ് ഒട്ടിപ്പിടിക്കണില്ല, സംഘമില്ലാതെ സംഘവിഹീനനായിട്ട് ഇരിക്കും. നമ്മളും ഇത് അഭ്യസിക്കണം എന്നാണ് പതുക്കെ പതുക്കെ. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയണു, തത്വവിത്തിന്റെ കാര്യം എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ ത്വമപി തത്വദർശിനാം ദൃഷ്ടിമാശ്രിത്യ തത്വദർശി ഭവ എന്നാണ്. തത്വദർശികളുടെ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് നീയും തത്വദർശിയായിട്ടിരിക്കൂ എന്ന് വെച്ചാലോ സാക്ഷിയായിരിക്കൂ. രമണ മഹർഷി ഇടയ്ക്കിടയ്ക്ക് പറയും, പാത്തുണ്ടിരിക്കുന്നത് தான் நம்ம வேலை, எது നടக்கிறதோ അതായത് പാത്തുണ്ടിരിക്കുന്നത് தான் நம்ம വേല, നോക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മളുടെ ജോലി എന്നാണ്. എന്നുവെച്ചാലോ ഒന്നിലും പോയി കൈവയ്ക്കണ്ട, ഒക്കെ നടക്കട്ടെ. ശരീരത്തിൽ എന്തൊക്കെയോ നടക്കണോ, ഉള്ളിൽ എന്തൊക്കെയോ നമ്മൾ അറിഞ്ഞ കാര്യത്തിലല്ല ഇന്റർഫിയറൻസ്. അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ശരീരത്തിനുള്ള എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പലതും നമുക്ക് അറിയല്ലോ. അറിഞ്ഞു കഴിഞ്ഞാലാണ് കുഴപ്പം. സാക്ഷി മാത്രമായി എന്തൊക്കെ നടക്കണോ നടക്കട്ടെ, നല്ലത് ചീത്ത ഗുണം ദോഷം ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ അധിക എനർജിയും പോണത് നന്നാക്കാൻ ശ്രമിച്ചിട്ടാണ്, നമ്മളെയോ മറ്റുള്ളവരെയോ. ലോകത്തിൽ അത് ശരിയില്ല ഇത് ശരി, എത്ര ആളുകളാ ലോകം നന്നാക്കാനുള്ള ആളുകൾ അറിയോ? ലോകത്തിന്റെ പട്ടികയും കഴിക്കോലും ഒക്കെ മാറ്റാനുള്ള ഏർപ്പാടാണ്. ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ എനർജി പോയിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതിലൊന്നും ചെന്ന് പറ്റിക്കൂടാതെ ഇത് വെറും ദൃശ്യം മാത്രമാണ്. നമ്മളുടെ അഹങ്കാരം, മനസ്സ്, ശരീരം ഒക്കെ ദൃശ്യം. പാക്കനാർ ഒരു ദിവസം വിശന്നുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നു. ഒരാള് പഴം കച്ചവടം ചെയ്തുകൊണ്ട് വരികയാണ്. പഴത്തിന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് അയാള് മാറിപ്പോയപ്പോ പാക്കനാർക്ക് വിശപ്പ് സഹിക്കവയ്യാതെ ഒരു പഴം എടുത്ത് തിന്നു. കയ്യിൽ കാശില്ല. ആ വണ്ടിക്കാരനും നാട്ടിലുള്ളവരും ഒക്കെ കൂടെ അദ്ദേഹത്തിനെ വന്ന് അടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നല്ലവണ്ണം 4 കൂടെ കൊടുക്കാം, 4 കൂടെ കൊടുത്താലേ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എടുക്കണ്ടെന്ന് കേൾക്കാതെ എടുത്തു. എന്നുവെച്ചാൽ തന്റെ ശരീരം തന്റെ വ്യക്തിത്വത്തിന് തന്നെ താനൊരു കാഴ്ചക്കാരനാണ്. അത് വികൃതി കാണിച്ചു, വാസന കുറുമ്പ് കാണിച്ചു. അതിൽ തനിക്ക് സംഘമില്ല എന്നാണ്. അത് നന്നാക്കിയെടുക്കണമെന്നോ അത് ഒരു മറ്റുള്ള ഒരാളെ കാണുന്ന പോലെ ജീവൻ മുക്തൻ തന്റെ സ്വശരീരത്തിനെ പശ്യതി അന്യശരീരവത്ത് എന്നാണ്. മറ്റുള്ള ഒരാളുടെ ശരീരം കാണുന്ന പോലെ തന്റെ ശരീരത്തിനെ കാണും. മറ്റുള്ള ഒരാളുടെ വ്യക്തിത്വത്തിനെ കാണുന്ന പോലെ തന്റെ വ്യക്തിത്വത്തിനെ കാണുന്നു. അവിടെ തന്റേത് എന്നുള്ളതേ ഇല്ല, സ്വത്വമില്ല. അങ്ങനെ ഗുണാഗുണേഷു വർത്തന്തെ, ഗുണം ഗുണത്തിനോട് വർത്തിക്കുന്നു. ഇവിടെ സത്വഗുണമാണെങ്കിൽ പുറമേക്ക് സാത്വികമായിട്ടുള്ളതിനോടൊക്കെ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇവിടെ രജോ ഗുണമാണെങ്കിൽ പുറമേക്ക് രജോ ഗുണ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ എനിക്ക് രുചി ഉണ്ടാവും. ഇവിടെ തമോ ഗുണമാണെങ്കിൽ പുറമേക്ക് തമോ ഗുണ വസ്തുക്കളോടൊക്കെ എനിക്ക് രുചി ഉണ്ടാവും. ഒരാളിൽ എന്ത് ഗുണമുണ്ട് എന്നുള്ളത് അയാൾ പുറമേക്ക് എന്തിലൊക്കെ വ്യവഹരിക്കണമെന്നുള്ളത് കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ജ്ഞാനിയാവട്ടെ തന്റെ ഉള്ളിലുള്ള ഗുണത്തിനും പുറമേക്കുള്ള വിഷയങ്ങളോടുള്ള അതിന്റെ സമ്പർക്കത്തിനും സാക്ഷിയായിട്ടിരിക്കണം. എന്ത് വേണമെങ്കിൽ നടക്കട്ടെ. ചില ജ്ഞാനികളൊക്കെ വിചിത്രമായിട്ടിരിക്കും. തിരുവണ്ണാമലയില് അടുത്ത കാലത്ത് ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ബീഡി വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ നോക്കിയാൽ പല ആളുകളും അദ്ദേഹത്തിനെ കാണാൻ പോയിട്ട് അയ്യേ ഇദ്ദേഹത്തിന് എല്ലാരും പോയി ജ്ഞാനി എന്ന് പറയണമല്ലോ, ബീഡിയും വലിച്ചോണ്ടിരിക്കുന്നു. ഒരാളെ മെനക്കെട്ട് പറഞ്ഞയച്ചിട്ട് അയാൾ പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഇയാളെ ജ്ഞാനി എന്ന് പറയണമല്ലോ, ഒരു ബീഡിയും വലിച്ചോ. തിരുവണ്ണാമല വരെ പോയി ജ്ഞാനിയെ കാണാൻ പറഞ്ഞിട്ട് ബീഡിയെ കണ്ടിട്ട് വന്നിരിക്കും. അത് ഇവിടെ തന്നെ കാണാമായിരുന്നു, പാലക്കാട്ടിലോ കൊച്ചിയിലോ. അതിന് ഇതുവരെ പോണോ? ഇത്രയും ദൂരത്ത് പോണോ? ഇതാണ് നമ്മൾ പ്രകൃതിയെ നോക്കല് എന്ന് പറയുന്നത്. അവര് സ്വയമേവ അവരുടെ പ്രകൃതിക്ക് അറ്റാച്ച്ഡേ അല്ല.
വിചിത്രമാണ് അവരുടെ ഓരോ ചലനവും. പ്രകൃതിയുടെ ചലനത്തിനൊക്കെ അവര് രസിച്ച് കളിച്ചുകൊണ്ട് നടക്കും. വേണമെന്ന് വെച്ച് തന്നെ ചിലപ്പോ അവരങ്ങനെയൊക്കെ കാണിക്കും. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ. അവരുടെ ഗുണത്തിനനുസരിച്ച് ചിലപ്പോൾ അവർ പ്രവർത്തിക്കും. എല്ലാ ജ്ഞാനികളും ശേഷാദ്രി സ്വാമി ഭ്രാന്ത് പോലെ കാണിക്കും, ഭ്രാന്തനെ പോലെ കാണിക്കും. അദ്ദേഹം വസ്ത്രമില്ലാതെ നടക്കും. ആരെങ്കിലും നല്ല പുതിയ വസ്ത്രം കൊടുത്താൽ അത് കീറിയിട്ട് കൊടുക്കും. ഇന്നതാ ചെയ്യാന്ന് പറയാനേ പറ്റില്ല. അദ്ദേഹം തൊഴിലൊന്നും ഇല്ലാത്ത ആളാണ്, എന്നാൽ സദാ ബിസിയാണ്. രമണ മഹർഷിയോ എപ്പോഴും മഹർഷിയെ കാണാൻ ആളുകൾ വരും. എല്ലാവരുടെ നടുവിൽ 24 മണിക്കൂറും ആശ്രമത്തിലുണ്ട്. എപ്പോഴും അദ്ദേഹം ഒന്നും ഇല്ലാത്ത ആളുടെ ഈസിനെസ്സോടെ ഇരിക്കും. ഒരു തിരക്കുമില്ല മഹർഷിക്ക്. എല്ലാവരുടെ നടുവ് സദാസമയം. ശേഷാദ്രി സ്വാമി ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഒരു പണിയില്ലെങ്കിലും ഓടിക്കൊണ്ടേയിരിക്കും. പിടിയേ കിട്ടില്ല അദ്ദേഹം. ഓടിക്കൊണ്ടേയിരിക്കുന്ന വെച്ചാൽ ഓടിക്കൊണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കവുമില്ല, പിടിച്ചാൽ കിട്ടാതെ അരുണാചലം മുഴുവൻ ഓടി നടക്കും അദ്ദേഹം. പ്ലേഗ് വന്നു തിരുവണ്ണാമലയില്. ശേഷാദ്രി സ്വാമിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ മരിച്ചുപോയവരുടെ ശവമൊക്കെ കാളവണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കാളവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കും. അദ്ദേഹത്തിന് എന്താ ഒന്നുമില്ല, വെറുതെ. അദ്ദേഹത്തിന്റെ പ്രകൃതിയാണതേ. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അദ്ദേഹം ചെയ്യും. മഹർഷിയുടെ പ്രകൃതി ഇങ്ങനെ, ശങ്കരാചാര്യരുടെ പ്രകൃതി ആ വിധത്തിൽ. ഓരോരുത്തർ അവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവര് പ്രവർത്തിക്കുമ്പോഴും അവര് അവരുടെ പ്രകൃതിയിൽ നിന്നും ഭിന്നരാണ്, സാക്ഷി മാത്രമാണ്. തത്വം അറിഞ്ഞവൻ പ്രകൃതി ഏത് വിധത്തിലാണെങ്കിലും അവര് സാക്ഷി മാത്രമായിട്ട് നിൽക്കുന്നു. എന്നാൽ ഈ സാക്ഷിഭാവം എന്താണെന്ന് അറിയാത്തവര് സത്വ ഗുണ, രജോ ഗുണ, തമോ ഗുണത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ പോയി ഒട്ടിപ്പിടിക്കും. അതിൽ പോയി പറ്റിക്കൂടും. ചിലപ്പോ സാത്വികമായ ആക്ഷനിലും നമുക്ക് ബന്ധം വരും. പൂജ, ജപം, ധ്യാനം, അതിലൊക്കെ പോയി പറ്റിക്കൂടിയിട്ട് അതിലും ബന്ധം വന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അഥവാ അതിലുള്ള ആ ഭക്തിഭാവം പോയാലോ കരഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും വരണില്ല, ഒക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അല്ലെങ്കിൽ ശരീര അസ്വാസ്ഥ്യം കൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കും. രജോ ഗുണപ്രകൃതിയായിട്ടുള്ളവർ അതിൽ പോയി പറ്റിക്കൂടിക്കൊണ്ടിരിക്കും. രജോ ഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഓട്ടി നടന്ന് പ്രവർത്തിച്ച് നമുക്ക് കാണാം. അവര് തമോ ഗുണപ്രകൃതിയായിട്ടുള്ളവർ എപ്പോ നോക്കിയാലും ഉറക്കവും തൂങ്ങി തിന്ന് ഉറക്കം തൂങ്ങി പല നീചപ്രവൃത്തികളും ചെയ്തുകൊണ്ട് ദുഷിപ്പിച്ചുകൊണ്ട് തന്റെ ഉള്ളും ദുഷിപ്പിച്ചുകൊണ്ട് നടക്കും. ഈ 3 തരത്തിലുള്ള ആളുകളെയും നമുക്ക് ലോകത്തിൽ കാണാം. ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പ്രകൃതേഹ ഗുണസമ്മൂഢാ സജ്ജന്തേ ഗുണകർമ്മസു താൻ അകൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നഭിന്ന വിചാലയേത്. നമുക്ക് സ്ഥിരപ്രജ്ഞനായിട്ടിരിക്കാനുള്ള വഴിയാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. നമ്മളിൽ ഈ 3ന്റെയും ആവിർഭാവം നമുക്ക് കാണാം. ചിലപ്പോ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഭാവം, ചിലപ്പോ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഭാവം, ചിലപ്പോ സാത്വികമായ ഭാവം. ഈ 3ഉം നമ്മളിലും കാണാം. നമ്മളിൽ ഈ ഭാവങ്ങളൊക്കെ വരുമ്പോ തന്നെ നമ്മള് സാക്ഷി മാത്രമായിട്ടിരിക്കണം. ഒന്നിനോടും പറ്റിക്കൂടരുത്. മഹർഷിയോട് ഒരു ഭക്തൻ, ഒരു സാധകൻ ചോദിച്ചു, ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നു ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യണം? മഹർഷി പറഞ്ഞു, ഉറക്കം വന്നാ ഉറങ്ങുക. ഇങ്ങനെ ആരും ഉപദേശിച്ചിട്ടേ ഇല്ല. എല്ലാ സാധനാ പുസ്തകങ്ങളിലും ഉറക്കം വന്നാൽ എഴുന്നേറ്റ് നടക്കൂ, അല്ലെങ്കിൽ ഓടൂ, ചാടൂ, എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ നാമസങ്കീർത്തനം എന്തെങ്കിലുമൊക്കെ പറയും. മഹർഷിയുടെ മോസ്റ്റ് നാച്ചുറൽ മെത്തേഡാണ്. എനിക്ക് ധ്യാനിക്കാനിരിക്കുമ്പോ ഉറക്കം വരുന്നു, ഞാൻ എന്ത് ചെയ്യാം? ഉറക്കം വന്നാൽ ഉറങ്ങുക. എപ്പോഴെങ്കിലും ആ ഉറക്കം പോകുമല്ലോ അല്ലെ, അപ്പൊ എഴുന്നേൽക്കുമ്പോ ധ്യാനം വരും, അപ്പൊ ചെയ്യാം. സമയം, ഉണർന്നിരിക്കുന്ന സമയത്തിനെ വ്യക്തമായി പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. പിന്നെ ഉറക്കം വരണോ ഉറങ്ങിക്കൊള്ളൂ. ഉറക്കമൊന്നും ശാശ്വതമായി നിൽക്കില്ല. ഒരു ഗുണവും അതിന്റെ സ്വഭാവം തന്നെ അത് നിൽക്കില്ല, അത് പോകും. എപ്പോഴൊന്നും ഉറങ്ങാൻ ആർക്കും പറ്റില്ല, എത്ര വലിയ ഉറക്ക രാജാവാണെങ്കിലും ശരി. അപ്പോ
തന്നിലും ഈ ഗുണങ്ങളൊക്കെ ആവിർഭവിക്കുമ്പോ ശണ്ട കൂടാനേ പാടില്ല. സാക്ഷിയായിട്ട് നിൽക്ക. അത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ, നമ്മള് പതുക്കെ 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 ഗുണങ്ങളൊക്കെ ഇക്വിലിബ്രിയത്തിൽ വരും. നമുക്ക് ചുറ്റും പലരിലും പല ഗുണങ്ങളുടെ ആവിർഭാവവും നമ്മൾ കാണും. ചിലര് മഹാതാമസന്മാരായിട്ടിരിക്കും, ഉറക്കം തൂങ്ങികളായിട്ടിരിക്കും, ബുദ്ധിമാന്ദ്യമുള്ളവരായിട്ടിരിക്കും. ഒരു ജ്ഞാനിക്ക് ചുറ്റും തന്നെ ഇതൊക്കെ കാണാം നമുക്ക്. ഇവിടെ ഭഗവാൻ പറയണത് അവരെ ഒന്നും പോയി ചലിപ്പിക്കേണ്ടെന്നാണ്. അവരെ ചലിപ്പിച്ചാൽ നമ്മൾ ഒരുപക്ഷെ അവരെ പോലെ ആവുന്നല്ലാതെ അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ട് അവരെങ്ങനെ ഇരിക്കട്ടെ. എല്ലാവരും ഒന്നും ഒരേപോലെ ബുദ്ധിശക്തിയുള്ളവരും അറിവുള്ളവരും ഒന്നും ആവാൻ പറ്റില്ല. രമണാശ്രമത്തില് മഹർഷി എഴുതിയ കൃതികളൊക്കെ കാണാതെ പഠിച്ച് ഓരോരുത്തരായി പോയി മഹർഷിയുടെ മുമ്പിൽ പോയി ഒപ്പിക്കും. അതൊരു കാലത്ത് ഒരു പണിയുമില്ല അവർക്ക്. ആ സമയത്തൊക്കെ തപസ്വികളാണ്, പുറമേക്കുള്ള വ്യവഹാരമൊന്നുമില്ല. അപ്പോ രസമായിട്ട് അവര് മഹർഷി എഴുതിയ സ്തുതിപഞ്ചകം പഠിച്ച് പഠിച്ച് മഹർഷിക്ക് പോയി ഒപ്പിക്കും. ഓരോരുത്തരുടെ കഴിവ് ഓരോ പോലെയാണ്. ചിലര് അപ്പ പഠിച്ചത് പറയും, വേറെ ചിലർക്ക് എത്ര പഠിച്ചാലും പാവം തലയിൽ കയറില്ല. ഇങ്ങനെ പല കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അതില് കുഞ്ചുസ്വാമി, വിശ്വനാഥസ്വാമി ഇവരൊക്കെ ഏകസന്തഗ്രാഹികളാണ്. ഒരേ ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അപ്പൊ അത് മുഴുവൻ പഠിച്ചിട്ട് അവിടെ പോയിട്ട് പറയും. വേറെ ചില ആളുകളുണ്ട്, അവരോടൊക്കെ മഹർഷി അവർക്ക് പറ്റിയ രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇന്നത് പഠിച്ച് അവർ പോയി മുമ്പിൽ പോയി, മഹർഷിയൊന്നും എന്റെ മുമ്പിൽ വന്ന് കാണാതെ പഠിച്ച് പറയണമെന്നൊന്നും പറയില്ല. പക്ഷെ ഇവരായിട്ട് തീരുമാനിച്ച് ചെയ്യും. സുന്ദരം എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ കീപ്പർ ഒരാളുണ്ടായിരുന്നു. മൃഗനാഥ് സ്വാമിയുടെ ഭാര്യയുടെ സഹോദരനാണ്. അത് പാവം அவர் பகவான் முன்னால் வந்து ஏதாவது சொல்றாருன்னா எல்லாருக்குமே பரிகாசம். ஏன்னா அவருக்கு ஒண்ணுமே வராது, பாவம் என்ன പഠിച്ചാലും വരാது. അദ്ദേഹത്തിന് പഠിച്ചാലും തലയിൽ കയറില്ല. ഒരു ദിവസം സുന്ദരം റിപ്പോർട്ട് മഹർഷിയുടെ മുമ്പിൽ ഒപ്പിക്കുകയാണ് ഒരു പാട്ട്. ഊഴിയിൽ വാഴും മാക്കളിൽ என்பால் ஊதியம் யாது நீ பெற்றாய், பாழினில் வீழாதேழையை காத்துன் பதத்தினில் இருத்தி வைத்தனையே, ஆழியாம் கருணை அண்ணலே என்ன நாணமிக நன்னிடுமால் வாழினி அருணாச்சலா உனை வழுத்தி வாழ்த்திட தாழ்த்தும் என் தலையே. இந்த ஒரு பாட்டுல நிறைய நிறைய ழாதான். இந்த சுந்தரம் படாத பாடு படிச்சு இந்த பாட்டை படிச்சுன்னு வந்தான். எல்லாருக்கும் ஒரே இன்ட்ரெஸ்ட் இவன் பாடுறது கேட்க. எல்லாருமா உட்கார்ந்துட்டு இருக்கா. பகவான் முன்னால வந்து ஊழியில் வாழும் மாக்களில் என்பால் ஊதியம் யாது நீ பெற்றாய், பாலினில் வீழாத ஏழையை காத்துன் பதத்தினில் இருத்தி வைத்தனையே, ஆழியாம் கருணை அண்ணனே எண்ணன் அகமிக நாண நன்னிடுமால் வாழினி அருணாச்சலா வழுத்தி வாழ்த்திட தாழ்த்தும் என் தலை. எல்லாரும் சிரிக்க ஆரம்பிச்சுட்டா. எல்லா ழாவும் லா 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 லா. எல்லாரும் ഇത് എതിര് വരില്ല. പാവം എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചു നോക്കി വന്നില്ല. ഭഗവാൻ സുന്ദരം അദ്ദേഹത്തിന് വിഷമായി. എല്ലാവരും ചിരിച്ചപ്പോ സുന്ദരം அது வேற ஒன்னும் கிடையாது. அந்த ழா போடுற இடத்துல எல்லாம் லா போடுற இடத்துல எல்லாம் ழா போட்டுட்டேன்னா அந்த பாட்டு நன்னா வந்துடும். அந்த லா சொல்றியோ இல்லையோ அந்த இடத்துல எல்லாம் ழான்னு போட்டுன்னா வந்துடும். அப்புறம் 2 நாளுக்கு அப்புறம் ஒரு நாளைக்கு இது மாதிரி அரிசி இறைஞ்சிருக்கு. அந்த அரிசி எல்லாம் எடுத்துட்டு போய் பகவான் வந்து ஸ்டோர்ல போய் போட்டுட்டு வெளியில வரத்த இப்படி விஷமமா சிரிச்சுட்டே வெளியில வர்றார். என்ன பகவானே சிரிச்சினேன், சுந்தரத்தை போல ஒரு சிஷ்யனுக்கு கிடைக்கவே கிடைக்காது. ஸ்டோருக்குள்ள போய் பார்த்துட்டு வா, அங்க புளிங்கிறத வெட்டிட்டு புழி ലാവൊക്കെ ലാവാക്കാൻ പറഞ്ഞപ്പോ പുളി പുളി.
എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഓരോരുത്തരുടെ ബുദ്ധിശക്തി ഓരോ പോലെ. ചിലത് തമോ ഗുണമയമായ ബുദ്ധിയാണെങ്കിൽ അതിൽ എത്ര പഠിപ്പിച്ചാലും ഒന്നും തലയിൽ കയറില്ല. ചിലത് രജോ ഗുണപ്രകൃതികളായിരിക്കും ചില ആളുകൾ. അവരെയും അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെ അവർക്ക് ജ്ഞാനം ഉണ്ടാവാൻ സഹായിക്കണം. ആശ്രമത്തിലുള്ള ഒരാള് ജോലിക്കാരനായിട്ടിരുന്ന ആൾ ടൗണിൽ എവിടെയോ പോയി ചെയ്യാൻ പാടില്ലാത്ത എന്തോ വൃത്തികെട്ട കാര്യം ചെയ്തു. നാട്ടിലുള്ളവരൊക്കെ കൂടെ അവനെ അടിക്കാനായിട്ട് പുറപ്പെട്ടു. അവൻ നാട് വിട്ടുപോയി. കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ ഒരു കോപമൊക്കെ അടങ്ങിയ ശേഷം തിരിച്ചു വന്നു. ആശ്രമത്തിൽ വന്നപ്പോ മഹർഷി സാധാരണമായി ആരുടെയും കാര്യത്തിൽ ഇടപെടാത്ത ആള് അവനെ വിളിച്ചിട്ട് തന്റെ അടുത്ത് സേവകനായിട്ട് നിർത്തി തന്റെ മുറിയില്. എല്ലാവർക്കും വലിയ വിഷമം. ഇവൻ ആശ്രമത്തിലെ ജോലിക്ക് ഇരുത്താൻ പാടില്ല എന്നുണ്ടായിരുന്നതാണ്. തന്റെ മുറിയിൽ തന്നെ സേവകനായിട്ട് ഇരുത്തി. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു, ഭഗവാനെ, ഇവനെ അടുത്ത് സേവകനായി നിർത്തിയ നാട്ടിൽ മുഴുവൻ നമുക്ക് ചീത്ത പേര് കേൾക്കും. അവർക്ക് ആ അഭിമാനമാണ് മുഖ്യം. ഇവൻ നാട്ടിൽ മുഴുവൻ ചീത്ത പേരുണ്ടാക്കിയ ആളാണ്. അങ്ങനത്തെ വൃത്തികെട്ട കാര്യമാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. കുറേ പേര് വന്ന് പറഞ്ഞു. അപ്പോ ഇവനെ നോക്കിയിട്ട് മഹർഷി പറഞ്ഞു, രാമകൃഷ്ണ, நீ அஷடு, நீ பண்ற வேலை யாருக்கும் தெரியாம பண்றதுக்கு உனக்கு தெரியல. இவாள்லாம் பாவம் யாரும் தெரியாம எல்லாம் பண்ணிட்டு விடுறா. நீ எல்லாரும் தெரியற மாதிரி பண்ணிவிட்டியா? மறைச்சு வச்சுக்க தெரியறவாள்லாம் உன்னை பார்த்து அபமானம் அபமானம் சொல்றா. ഇനി ആരെങ്കിലുമൊക്കെ പറയോ കംപ്ലൈന്റ്? ആൾക്ക് എല്ലാരും ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞ് തെറ്റ് ചെയ്യണു. നിനക്ക് പാവം ഒളിഞ്ഞ് തെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എല്ലാരും അറിയണ പോലെ ഒരു തെറ്റ് ചെയ്തു. ഇപ്പൊ എല്ലാരും എന്നെ കുറ്റം പറയണു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, അവൻ ഈ തെറ്റ് ചെയ്യാൻ കാരണം അവന്റെ ഉള്ളിലുള്ള വാസനയാണ്. ഒന്ന്. രണ്ട്, അവൻ ഈ ആത്മവിദ്യ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്നു, ആശ്രമത്തിൽ ഇരുന്നു എന്നല്ലാതെ ഹാളിൽ അവൻ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ സംവാദങ്ങളോ ഈ സത്സംഗമോ കിട്ടാൻ ഭാഗ്യം സിദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് അവനെ തള്ളിക്കളയല്ല വേണ്ടത്. ഇനിമേലാൽ അവൻ ഈ സത്സംഗത്തിനുള്ള അവസരം കൊടുക്കണം. അവന്റെ പ്രകൃതിയെ തള്ളിക്കളഞ്ഞാൽ അത് ഇനിയും നീചമായിട്ട് പോകും. സത്സംഗത്തിനുള്ള അവസരം കൊടുത്താൽ ആ പ്രകൃതിയിൽ നിന്നും പതുക്കെ സാക്ഷിഭാവം വന്ന് വിട്ടുമാറി വരാൻ കഴിയും. അതുകൊണ്ട് പ്രകൃതിയർ ഗുണസമ്മൂഢാഹ സജ്ജന്തേ ഗുണകർമ്മസു. പ്രകൃതിയുടെ ഗുണത്തിനനുസരിച്ചിട്ട് ഉള്ള അജ്ഞാനികൾ അവരവരുടെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ലോകത്തിൽ. അവര് അകൃത്സ്നവിദ മന്ദാഹ. ഭഗവാൻ പറയുന്ന അവര് മന്ദന്മാരാണ്, ബുദ്ധിമാന്ദ്യം വന്നവരാണ്. കൃത്സ്നം എന്ന് വെച്ചാൽ പൂർണ്ണമായ ജ്ഞാനമില്ലാത്തവരാണ്. അവരെ കൃത്സ്നവിത്ത്, പൂർണ്ണമായ തത്വവിത്തായിട്ടുള്ളവൻ, അവരെ ബലമായിട്ടൊന്നും അവരുടെ മാർഗത്തുനിന്ന് ചലിപ്പിക്കരുത്, കുറ്റം പറയരുത്, അവർക്കുള്ള കോൺഫിഡൻസ് നശിപ്പിക്കുകയും വരുത്. പതുക്കെ 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 അവർക്ക് ഈ സാക്ഷിവിദ്യയെ ഉപദേശിച്ചു കൊടുക്കണം. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ഞാൻ സാക്ഷിയാണ്, അവബോധമാണെന്നുള്ളത് ശ്രദ്ധയെ അങ്ങോട്ടേക്ക് അവര് പതുക്കെ തിരിപ്പിച്ചു വിടണം. തിരിപ്പിച്ചു വിട്ടാൽ തനിയെ ബാക്കിയൊക്കെ ശരിയായിക്കൊള്ളും. ശരീരവും മനസ്സും ഒക്കെ തനിയെ ശരിയായിക്കൊള്ളും. എപ്പോ ആത്മാവിൽ മനസ്സ് നിന്നു തുടങ്ങിയോ അപ്പൊ ദേഹവും മനസ്സും ഒക്കെ തനിയെ ശരിയായിക്കൊള്ളും. ആ ആത്മസ്മൃതി അവർക്ക് കൊടുക്കണം. അതിനാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത്. നോക്കാം. മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസാം നിരാശീഹി നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വരഃ. പ്രകൃതി, നിന്റെ പ്രകൃതി അർജുന യുദ്ധം ചെയ്യാനുള്ള പ്രകൃതിയാണ്. അതിനെ ബലമായി പിടിച്ചു മാറ്റാനൊന്നും ശ്രമിച്ചാൽ മാറ്റാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യണു എന്നുള്ള ആ ഭാവം വിട്ട് അലൗ ദാറ്റ് ആക്ഷൻ ടു ഫ്ലോ ത്രൂ യു. ആ കർമ്മം നിന്നിലൂടെ നടക്കട്ടെ.